ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര തൊള്ളായിരംകണ്ടിയിലേക്കാണ്. തൊള്ളായിരംകണ്ടി എന്നത് നമ്മൾ വയനാട്ടിലൊരു വിനോദസഞ്ചാര സ്ഥലമാണ്. നമ്മൾ പണ്ട് വയനാട്ടിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ തൊള്ളായിരംകണ്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അടുത്ത കാലത്താണ് എല്ലാവരും പോയിട്ട് ഇത് ഫേമസ് ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും. വയനാട് പിന്നെ നമ്മൾ അധികം വരുന്നത് കൊണ്ടാണ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് തൊള്ളായിരംകണ്ടി എന്ന സ്ഥലം ചൂസ് ചെയ്തത്. ഈ തൊള്ളായിരംകണ്ടി ഞാൻ കേട്ടപ്പോൾ ഞാൻ വെച്ചു തൊള്ളായിരംകണ്ടി എന്താണ് ഈ പേരോട് അർത്ഥമാക്കുന്നത്. ഈ തൊള്ളായിരംകണ്ടിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഈ പ്രദേശം ഒരു 900 ഏക്കർ പരന്ന് കിടക്കുന്ന ഭൂമി, അതാണ് തൊള്ളായിരംകണ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ്. ഇതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് വനത്തിൻ്റെ നടുവിലേക്കൂടെ നമുക്ക് ഓഫ് റോഡ് പോകണം. ട്രെക്കിങ്ങിന് നിരവധി വഴിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇടതൂർന്ന വനങ്ങളിലേക്കൂടെയും കുന്നുകളിലേക്കൂടെയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ചുറ്റും പച്ചപ്പും കുന്നുകളും വെള്ളച്ചാട്ടങ്ങൾ. നമ്മളിങ്ങനെ പോകുമ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ കേൾക്കുന്ന സൗണ്ട് കേൾക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെയും കിളികളുടെയൊക്കെ സൗണ്ട് മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. ഈ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി മെച്ചപ്പെട്ട വഴിയായിരിക്കും, പക്ഷേ ഫുള്ള് കല്ലിലെ കൂടെയൊക്കെയാണ് ഈ പോകുന്നത്. നമ്മൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മളെ കാറ് അതിലൂടെ കയറത്തില്ല. എല്ലാവരും കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജീപ്പിലാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. നമ്മൾ നടുവൊക്കെ ശരിക്കും പോകും, കാരണം കുലുങ്ങി 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 കുലുങ്ങി. ഞാൻ വെച്ച് എന്ത് തീരാത്ത അത്രയും കുലുക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ റോഡിൻ്റെ എന്താണ് ആ ഒരു ഓഫ് റോഡ് എന്ന്. അങ്ങനെ സാഹസികമായ വഴിയിലൂടെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയ അവസാനം റിസോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല, കാരണം അടിപൊളി റിസോർട്ടാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോസിൽ 900 വുഡ് റിസോർട്ട് അങ്ങനെയാണ് പേര്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എവിടെയാണ് സ്ഥലം, എവിടെയാണ് റിസോർട്ടെന്ന്. കാരണം അത്ര അടിപൊളിയായിരുന്നു. ചുറ്റും വെള്ളച്ചാട്ടവും ഒരു കാടിൻ്റെ നടുവിലാണ് നമ്മൾ റിസോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ്, കുറേ സ്ഥലം നമ്മൾ പോയിട്ട് നിന്നിട്ടുള്ളത്, പക്ഷെ ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗി, റിസോർട്ടിൻ്റെ ഭംഗി അത്ര അടിപൊളിയായിരുന്നു. മഴയും എല്ലാം പെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നല്ല അടിപൊളി, എനിക്ക് പറയാൻ അത്രയുണ്ട്, കാരണം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കൂടെ റിസോർട്ടിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, കാരണം ചുറ്റുമുള്ളതും വെള്ളച്ചാട്ടം ഒഴുകുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളവിടെ എത്തിയിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ്, നമ്മൾ റൂമിൻ്റെ കീ കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കീ ഒക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഈ റിസോർട്ടിലെ എല്ലാ റൂമും ഓരോരോ ടൈപ്പാണ്, നമുക്ക് ചൂസ് ചെയ്താൽ വേണ്ടതെന്ന്. എ ഫ്രെയിം അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പം നമ്മുടെ റൂം ഇതാണ്. ഇതിൻ്റെ മുകളിലാണ് ഏറ്റവും മുകളിൽ റൂമുണ്ട്, നമ്മൾ അതിൻ്റെ താഴെയാണ്. അങ്ങനെ അതിൻ്റെ താഴെ അങ്ങനെയാണ് വരുന്നത്. എല്ലാവർക്കും പ്രൈവറ്റായിട്ട് പൂളും ഉണ്ട്. നമുക്ക് പൂളിൽ ഇഷ്ടംപോലെ കളിക്കാം. ഇനി പബ്ലിക്കായിട്ട് പൂള് പുറത്തുണ്ട് വലിയ. നമ്മുടെ റൂമിനടുത്ത് ചെറിയൊരു പൂളും നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. നമ്മൾ റൂമിൽ കയറുമ്പോൾ തന്നെ താഴത്തെ ചവിട്ടിയാൽ തന്നെ നല്ല തണുപ്പാണ്. ഫാനൊന്നും, അവിടെ ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തണുത്ത് വിറക്കുന്ന ഒരു ഫീലാണ്. നടന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാനുണ്ട്. നമ്മൾ പോയില്ല, കാരണം മഴയും പിന്നെ നമ്മൾ വന്നിട്ട് ഒരു ക്ഷീണം കൊണ്ട് നമ്മൾ പോയില്ല. സാറിന് നമുക്ക് നാളെയൊക്കെ കുറേ സമയമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴേക്കൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ചായ കുടിക്കാൻ പോയതാ. പഴംപൊരിയും ബ്രെഡ് ഓംലേറ്റും നല്ല കട്ടൻ ചായയും മഴയും അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ പൂളിൽ കളിക്കാൻ പോയി. നമ്മുടെ പ്രൈവറ്റ് പൂളാണല്ലോ, കാരണം വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ ചെറിയൊരു പൂളാണ്, നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് പൂൾ വലിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ 2 പേര് മാത്രമേ. നമ്മൾ പബ്ലിക് പൂള് വേറെ പുറത്തുണ്ട് താഴെ. ഒക്കെ തണുപ്പായിരുന്നു, നമ്മൾ വെള്ളത്തിൽ കീയാൻ പറ്റുന്ന തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും കീനും, കാരണം എൻജോയ് ചെയ്യണമല്ലോ. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മൾ ഉറങ്ങി. പിന്നെ നമ്മൾ രാവിലെ എണീച്ച ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. രാവിലെ എണീച്ചിട്ട് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി.
ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ആവശ്യമില്ല, കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, കിളികളുടെ സൗണ്ട് നമ്മൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് കോഫി, ഉപ്മാവ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ തൊട്ടിപ്പുറം വെള്ളച്ചാട്ടമാണ്, അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കഴിച്ച് ആസ്വദിച്ച് നമ്മൾ പിന്നെ റൂമിലേക്ക് പോയി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. വയനാട് നമ്മൾ ഏകദേശം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, കുറേ പ്രാവശ്യം സ്കൂളിൽ നിന്നും ഫാമിലി ആയിട്ടൊക്കെ. ഇവിടെ 900 കേട്ട് നമ്മൾ ചൂസ് ചെയ്തത് കാരണം വെച്ചാൽ റിസോർട്ട് ഒരു ഭംഗി ആസ്വദിക്കാൻ തന്നെയായിരുന്നു. നമുക്ക് എവിടെയും പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം റിസോർട്ടിൽ ഇങ്ങനെ കുറച്ചൊന്നും ചിലവഴിക്കുക, അവിടുത്തെ കാഴ്ചകൾ, അതാണ് അടിപൊളിയായിട്ട് റിസോർട്ട് തന്നെ നല്ലത് വേണമെന്ന് വെച്ചിട്ട് നല്ലത് എടുത്തത്. ഇത് നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനത്തെ കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാനാണ്. കുറേ ഗെയിമിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ജീപ്പ് താഴെ വന്നിട്ടുണ്ട്. 4 ഫാമിലി പോകുന്നുണ്ട്. ഒരു ജീപ്പിൽ 2 ഫാമിലി, മറ്റേ ജീപ്പിൽ 2 ഫാമിലി, അങ്ങനെയാണ് പോയത്. വെള്ളാരങ്കണ്ടിൽ ഏറ്റവും മനോഹരമായ നമ്മൾ മറ്റൊരു അനുഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നേരെ താഴേക്ക് നോക്കിയാൽ കാടും ചുറ്റും നോക്കിയാൽ മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും നല്ല കുളിരുള്ള കാറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. താഴേക്ക് നോക്കാൻ പറ്റില്ല, കാരണം പേടിയാണ്. 100 രൂപയാണ് ഒരാൾക്ക് ഉണ്ടായത് കയറാൻ വേണ്ടിയിട്ട്. ഒരേ സമയം എല്ലാവരും കയറ്റത്തില്ല, 3-4 പേര് ഒരേ സമയം കയറ്റുള്ളൂ. നമ്മൾ പോകുമ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരിറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. ഒരുപാട് സമയം ചിലവഴിക്കാൻ ശരിക്കും പറ്റിയിട്ടില്ല, കാരണം ബാക്കിൽ വേറെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോ എടുത്തു, പക്ഷെ എന്നാൽ നമുക്ക് അവരെ കൂടി മടുപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇത് നമ്മൾ തിരിച്ചു പോന്നു, ഇനി അവരെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിലെ കൂടെ ആ കാടും മലനിരകളൊക്കെ കാണുമ്പോൾ അടിപൊളിയാട്ടോ. പിന്നെ കുറേ ഗെയിമിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സൈക്ലിങ്, പിന്നെ ഊഞ്ഞാല്. ഞാൻ ഇതിലേ കൂടെ കയറി ഭയങ്കര കാരണം പെട്ടുപോയി. കാരണം ഞാൻ പകുതി എത്തുമ്പോൾ മഴ പെയ്തു. എനിക്ക് അങ്ങോട്ടും പോകുകയില്ല ഇങ്ങോട്ടും പോകുകയില്ല, എൻ്റെ 2 ഷൂവും താഴെ വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, കാരണം എനിക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നു. നെറ്റിലെ കൂടെ കാല് കുടുങ്ങി വലിയ എന്താ പറയുക, അത്രയും ദൂരം നടക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെ എത്തണം. എനിക്ക് കയറണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി, കാരണം മഴ ഫുള്ള്, ഞാൻ വന്നതേ ഉള്ളൂ, ഫുള്ള് നനഞ്ഞു. അടുത്ത് നമ്മൾ ഊഞ്ഞാലിൽ കയറി. ഭയങ്കര പേടിയാണ്, കാരണം ആദ്യം 2 പ്രാവശ്യം ആടുമ്പോൾ നല്ല പേടിയാണ്, കാരണം മുകളിലേക്കൂടെ ആയിട്ട് നമ്മൾ ഒറ്റ വിടൽ വിടും. അപ്പം ആദ്യം 2 പ്രാവശ്യം പേടിയുണ്ടായിരുന്നു, പിന്നെ ആടിയാകുമ്പോൾ ശരിയായി. അങ്ങനെ ഗുഹയൊക്കെ ഉണ്ട്, നമ്മൾ ഗുഹയൊക്കെ കാണാൻ പോയി. മഴയായതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ നമുക്ക് വലിയ കയറാനും പറ്റില്ല. എന്തൊക്കെയോ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, നമുക്ക് ഒന്നിലും കയറാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോയി, നമ്മൾ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൽ ജീപ്പ് പോകുന്നതെന്ന്. കാരണം അങ്ങനെ കുലുക്കായിരുന്നു, നടുവും തലയൊക്കെ ജീപ്പിൽ അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ട്രക്കിംഗ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഒരുപാട് പോകാനുണ്ട് കേട്ടോ. നമ്മളെ റൂമിലേക്ക് ഒരുപാട് പോകാനുമുണ്ട്. അവിടെ എത്തുന്നത് നമ്മൾ കുലുങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി, കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വെക്കേറ്റ് ചെയ്തു. ജീപ്പിനെ നമ്മളെ കാറുള്ള സ്ഥലത്ത് കൊണ്ടുവിട്ടു. നമ്മൾ അവിടെ എത്തി ചായയൊക്കെ കുടിച്ച് കാറ് എടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഇതാണ് എൻ്റെ തൊള്ളായിരങ്കണ്ടി യാത്രയുടെ അനുഭവം. അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇതുവരെ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ എല്ലാവരും പോയി കാണും, എന്നാൽ ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട് അടിപൊളിയാണ്. പക്ഷേ അല്ലാതെ പോയാലും അടിപൊളിയാണ്. കാരണം അല്ലാതെ പോയാൽ നമുക്ക് മഴയത്തുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാത്തിലും കയറാനുള്ള സൗകര്യമുണ്ട്. മഴയത്ത് പോയാൽ നമുക്ക് ചിലപ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ മഴയത്ത് പോകുമ്പോൾ ഫീലിംഗ് വേറെയാണ്, അടിപൊളിയിട്ട് ആ റിസോർട്ടിൽ മഴ, അതിപ്പോൾ വേറൊരു ഫീലാണ്. അല്ലാതെ പോയാലും വേറെ ഫീലിംഗ്, എല്ലാത്തിലും കയറാനൊക്കെ പറ്റും, ബുദ്ധിമുട്ടുണ്ടാവില്ല മഴയുടെ. പക്ഷേ അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് അത്രയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.